ഈ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചൊരു കഥയുണ്ട്. പുള്ളി 3000-ഓളം എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് ഫൈനലി ബൾബിൻ്റെ ഒരു ഫിലമെൻറ്റ് കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു റിപ്പോർട്ടർ പുള്ളിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, നിങ്ങൾ ഈ നടത്തിയ 2000-ഓളം എക്സ്പെരിമെൻറ്റുകൾ അപ്പോൾ ഫെയിലിയർ ആയിരുന്നു എന്നുള്ള കേസിൽ. അപ്പോൾ എഡിസൺ അതിന് പറയുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലല്ല, ഞാൻ ഈ 2000-ഓളം എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ ഓരോരോ കോമ്പിനേഷൻസ് ഓഫ് മെറ്റീരിയൽസ് വെച്ചാണ് ബൾബ് കത്തിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ ആ കേസിലൊന്നും ബൾബ് കത്തിയില്ല. അപ്പോൾ ഈ കോമ്പിനേഷൻസ് വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൾബ് കത്തില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നാണ് എഡിസൺ പറഞ്ഞത്. ഏകദേശം എഡിസൻ്റെ അതേ അവസ്ഥയാണ് ഈ മിക്കൽ സ്റ്റാരയുടെ അവസ്ഥ. കാരണം നമ്മൾ വലിയ പ്രീ സീസണൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിലും ഓരോ മാച്ചിൽ നമ്മൾ ഓരോ കോമ്പിനേഷൻ 4-3-3 ആദ്യം ട്രൈ ചെയ്തു, 4-3-3യുടെ വേറെ വേരിയേഷൻസ് ട്രൈ ചെയ്തു, പിന്നെ കോയഫ് വന്നതിന് ശേഷം നമ്മൾ 3 man സെൻറ്റർ ബാക്കിലേക്ക് പോയി. അതിലൊന്നും എന്താ പറയുക, നമ്മൾ വിചാരിച്ചൊരു ഔട്ട്പുട്ട് കിട്ടിയില്ല. ഡ്യൂറൻഡ് കപ്പിൽ നമ്മൾ ഔട്ടായി. പുള്ളി തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഡ്യൂറൻഡ് കപ്പ് നമുക്ക് ജയിക്കാൻ പറ്റില്ല, പക്ഷേ അതിൽ നിന്ന് കുറച്ച് ആൻസേഴ്സ് നമുക്ക് കിട്ടി. അതായത് ആ കോമ്പിനേഷനൊക്കെ വെച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് കത്തില്ല എന്നുള്ള രീതിയിൽ. അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പഴയ 4-4-2ലേക്ക് തന്നെ തിരിച്ചു വന്നു. ഹെസൂസ് വന്നതിന് ശേഷം പുള്ളിനെ കൂടി ഉൾപ്പെടുത്താനായിട്ടാണ് തോന്നുന്നു 4-4-2 ഫോർമേഷനിലാണ് ഇപ്പോൾ നമ്മൾ കളിക്കുന്നത്. അതിൽ ഞാനൊരിക്കലും കോച്ചിനെ കുറ്റം പറയില്ല. കാരണം എഡിസൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഡിസൺ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ടൈമിൽ പുള്ളിക്ക് വേണ്ട ഈ 2000 കോമ്പിനേഷൻ ട്രൈ ചെയ്യാനുള്ള മെറ്റീരിയൽസ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കോച്ചിൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, കോച്ച് 4-3-3 ട്രൈ ചെയ്ത ടൈമിൽ നമുക്ക് കോയഫില്ല. പിന്നെ കോയഫ് വന്നപ്പോഴാണ് നമ്മൾ 3 man ബാക്കിലേക്ക് പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഹെസൂസിനെ പോലത്തെ ഒരു സ്ട്രൈക്കറാണ് വരുന്നത്. അപ്പോൾ ഹെസൂസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ത് ചെയ്യും, നമ്മൾ ഫോർമേഷൻ വീണ്ടും മാറ്റിപ്പിടിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പോകുന്നത്. ഇത് ഞാൻ മുമ്പ് പറയണമെന്ന് വെച്ചാണ്, പക്ഷേ എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല. ഇന്നലത്തെ മാച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നമ്മുടെ സ്ക്വാഡ് ഉണ്ടാക്കിയ ഒരു രീതിയെ കുറിച്ച് പറയണം. സ്ക്വാഡ് ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിപ്പോയി, അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ നമുക്ക് മാച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ ഇത് നമ്മൾ പറയണം, കാരണം ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് തോന്നുന്നു. സ്ക്വാഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ അവസരത്തിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ, നമ്മൾ 4-4-2 ഫോർമേഷനാണ് കളിക്കുന്നത് പറഞ്ഞു. അപ്പോൾ പലർക്കും കംപ്ലയിൻ്റ് ആണ്, നമ്മൾ 4-4-2 ഫോർമേഷൻ അത്ര ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഫോർമേഷനല്ല, ഇവാനെ തന്നെ യൂസ് ചെയ്താൽ പോരെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ കളിച്ചത് 4-4-2 ഡിഫെൻസീവ് ടൈമിൽ മാത്രമാണ് നമ്മൾ 4-4-2 കളിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 banks of 4 ആയിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി വിഡ്ത്തൊക്കെ കീപ്പ് ചെയ്തിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. നല്ല കാര്യമാണ്. നമ്മൾ 4-3-3 ഡിഫെൻഡ് ചെയ്യാൻ പ്രീ സീസൺ നോക്കി നടന്നില്ല. ഷിഫ്റ്റ് നമ്മൾ ചെയ്തു, നോ പ്രോബ്ലം. പക്ഷേ നമുക്ക് ബോൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് 3 ഫോം ചെയ്യണം. അതിൽ പെപ്ര സെൻട്രലായിട്ട് വരും, അണ്ട് റൈറ്റ് വിങ്ങിൽ മിക്കവാറും രാഹുൽ കെ പി ആയിരിക്കും, ലെഫ്റ്റ് വിങ്ങിൽ ഐമൻ വന്നിട്ട് ഒരു ക്രിയേറ്റർ റോൾ വേണമല്ലോ, ലൂണില്ല. ക്രിയേറ്റർ റോള് ഇന്നലെ ചെയ്തത് നോഹയാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നോഹനെ നമ്മൾ സാധാരണ ലെഫ്റ്റ് വിങ്ങിൽ റൺ മേക്ക് ചെയ്തിട്ടാണ് കാണാറ്. അപ്പോൾ ഒരു ഒപ്പോണൻറ്റിനൊരു സർപ്രൈസാണ്. ഓക്കെ, നോഹ അവിടെ ഇല്ല, അപ്പോൾ നോഹ ഇറങ്ങി വരുന്നു. അപ്പോൾ അവരെന്തെങ്കിലും നോഹനെ മാർക്ക് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ആ പ്ലാനൊക്കെ അവർക്ക് അവിടെ വേസ്റ്റായി. നോഹ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറേ ഇൻസിഡൻസ് നമുക്ക് ഇന്നലത്തെ മാച്ചിലുണ്ട്. അങ്ങനെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ക്ലിക്കായില്ല. ഐഡിയ കറക്റ്റായിരുന്നു, പക്ഷേ ലെഗ് ഈസ് മൈൻ എന്ന് പറഞ്ഞ പോലെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളെ കാലിൽ ബോൾ കിട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ട് 3 ഫോം ചെയ്തിട്ട് നമ്മളിങ്ങനെ ബോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു ഫോർമേഷൻ 4-3-3 ഫോർമേഷൻ വേണമെങ്കിൽ വിളിക്കാം. ഫ്രണ്ട് 3 ഉണ്ട്. പിന്നെ നമ്മൾ പണ്ട് കണ്ടില്ല, ഒരു സിംഗിൾ പിവറ്റായിട്ട് ഫ്രെഡി ഒരു സിംഗിൾ പിവറ്റായിട്ട് ഇറങ്ങി വരുന്നു. ഫ്രെഡിയുടെ പിറകിൽ 2 മിഡ്ഫീൽഡ് എന്ന രീതിയിൽ നോഹയും അതേപോലെ കോയഫും വരും. പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ നിന്നാണ് വിങ് ബാക്കായിട്ട് ഷെയ്ഫ് വന്നിട്ട് ഒരു സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രീ സീസണിൽ കളിച്ചിട്ടുള്ള ഫോർമാറ്റ് വിത്ത് ബോൾ 4-3-3 കളിക്കുമ്പോൾ ഉള്ള ഫോർമേഷനിലേക്ക് നമ്മൾ മാറും. അല്ലാണ്ട് 4-4-2 ആണ് നമ്മൾ കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മൾ ഡയറക്റ്റ് ഫുട്ബോളാണ് കളിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിത്ത് ബോൾ കുറേ ടൈം എടുത്ത് പേഷ്യൻസോട് ബോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ബോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സക്സസ്ഫുള്ളി കുറേ ഗ്യാപ്പ് ഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതും ഐഡിയ കറക്റ്റായിരുന്നു, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള പ്ലെയേഴ്സ് ഇല്ലാതെ പോയെന്ന് എനിക്ക് തോന്നി. കോയഫിന് പകരം കുറച്ചും കൂടി ബോൾ പ്ലേയിങ് ആയിട്ടുള്ള മിഡ്ഫീൽഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ചാൻസ് ഇന്നലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ റൈറ്റ് വിങ്ങറായിട്ട് രാഹുൽ കെപ്പിനേക്കാൾ ഒരു ബെറ്റർ പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. നമുക്ക് ഇങ്ങനെ ബോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ഗ്യാപ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ റൈറ്റ് വിങ്ങിൽ അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ കളിക്കുന്ന ഫോർവേഡ് കുറച്ച് ഇറങ്ങി വരും, അപ്പോൾ സെൻട്രൽ ബാക്ക് കുറച്ച് ഇറങ്ങി വരും, അപ്പോൾ ഓഫ് സൈഡ് വരില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് വിങ്ങറെ കയറ്റി വിടാന്നുള്ളത് പ്ലാൻ കറക്റ്റായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി. പക്ഷെ അത് എക്സിക്യൂഷൻ, ഒരു ഫൈനൽ പാസ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. വളരെ നല്ലൊരു ഐഡിയ തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സിക്യൂഷനിൽ നമുക്ക് പാളിപ്പോയി. കോയഫിൻ്റെ മിസ് പാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ മിസ് പാസ് ആയിരുന്നു. അതൊക്കെ ശരിയായി വരണമെങ്കിൽ ചില ടൈം പാസ് എടുക്കുമ്പോൾ ഡിലേ ആയി അങ്ങനത്തെ കേസുകളൊക്കെ വന്നു.
പക്ഷേ ഐഡിയ കറക്റ്റായിരുന്നു. പിന്നെ ഇതും പോരാതെ നമ്മൾ കുറേ കൗണ്ടർ ഓപ്പറേഷൻസ് എടുത്ത് കൗണ്ടർ ഇത് പറഞ്ഞ പോലെ നമ്മുടെ പാസിങ് കാര്യങ്ങളാണ് ഫെയിലായത്. രാഹുൽ കേപ്പയുടെ സൈഡിൽ നിന്നായാലും ഐമൻ്റെ സൈഡിൽ നിന്നായാലും പെപ്രയുടെ സൈഡിൽ നിന്നായാലും നോഹയുടെ സൈഡിൽ നിന്നായാലും ആ ഒരു ഫൈനൽ പാസ് കേസ് ഈ കൗണ്ടറിൻ്റെ കേസിലും നമുക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ തന്നെയാണ് നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റി. ഇത് ഐഡിയയുടെ കേസിൽ പ്ലാൻ അല്ലെങ്കിൽ ടാക്ടിക്സിൻ്റെ കേസിൽ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. ഈ പഞ്ചാബിൻ്റെ ഗോളായി നോക്കിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് 1-2 മൂവ് ഉണ്ടാക്കുന്ന ഗോളുകളാണ്. അതേപോലെ തന്നെ നമുക്കും ഇഷ്ടം പോലെ നമ്മൾ പ്രോപ്പറായിട്ട് ബോൾ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ പാസിങ്ങും മിസ് പാസിങ്ങും റോങ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. പലപ്പോഴും റൈറ്റ് വിങ്ങിൽ കൂടെ ഒക്കെ ഒരു കൺജസ്റ്റഡ് ഏരിയ കൂടെ ബോൾ ആയിട്ട് കയറി പോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇതുപോലെ ഒരു വിങ് സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ കേസിൽ നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കേസാണ് ഈ പഞ്ചാബിൻ്റെ ഒരു ഡിഫൻസീവ് ഓർഗനൈസേഷൻ. അവർ വളരെ നമ്മൾ ഈ വിങ്ങേഴ്സിനൊക്കെ അതായത് ഷെരീഫിനൊക്കെ കയറ്റി വിടുമ്പോൾ പഞ്ചാബ് വളരെ സ്ട്രോങ് ആയിട്ട് അവരെ ഫുൾ ബാക്കിനൊക്കെ കീപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്തു. അത് പോരാണ്ട് അവരുടെ ഫ്രണ്ടിൽ ഇതുപോലെ നിഖിൽ പ്രഭുവും വിനീത് റായും ഉണ്ടായിരുന്നു. നിഖിൽ പ്രഭു പലപ്പോഴും എന്ത് ചെയ്യും ഈ ബാക്ക് ലൈനിൽ കയറി ചിലപ്പോൾ 3 men സെൻറ്റർ ബാക്കൊക്കെ ഫോം ചെയ്യും. അപ്പോൾ ഈ പെപ്ര എന്നുള്ള സ്ട്രൈക്കർ പെപ്രാന്നല്ല ഒരുവിധപ്പെട്ട ഈ സ്ട്രൈക്കറും അവിടെ പോയിട്ട് യാതൊരു കാര്യമില്ല. കാരണം പുള്ളിക്ക് ഒരു ടച്ച് എടുക്കാനുള്ള സ്പേസും കാര്യങ്ങളില്ല. അവിടെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പെപ്രയ്ക്ക് ഈ പറഞ്ഞ പോലെ 4-4-2 ഫോർമേഷൻ അല്ല നമ്മൾ കളിക്കുന്നത്. പെപ്രയുടെ കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ അവിടെ ഒരു പ്ലെയർ ഇല്ല. പെപ്ര എലോൺ ആയിരിക്കും മിക്കത്തെ കേസിൽ. പുള്ളിക്ക് ബോൾ നിന്നിട്ടും പിന്നെ പുള്ളിക്ക് പാസിംഗ് ഓപ്ഷൻ കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മൾ നോഹ അല്ലെങ്കിൽ എയിമൻ വിങ്ങിലായിരിക്കും നോഹ ഇറങ്ങി നിന്നിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണ്. അതുകൊണ്ട് പെപ്രേനെ അവിടെ നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഈ ഹെസൂസ് എന്നുള്ള പ്ലെയറൊക്കെ പിന്നെ ആ ഒരു റോള് ബോൾ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങി നിന്നിട്ട് പ്ലേ മേക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പെപ്രാന്ന സ്ട്രൈക്കറെ അവിടെ നിർത്തിയിട്ട് അവർക്ക് ഒരു ഡമ്മി സ്ട്രൈക്കർ ഇന്ത്യൻ പ്ലെയർ എടുത്തിയാലും നമുക്ക് വേണമെങ്കിൽ കളി നടത്തായിരുന്നു. അപ്പം അങ്ങനെയാണ് ഒരു പഞ്ചാബിൻ്റെ ഒരു ഡിഫൻസിൻ്റെ കേസിൽ നിഖിൽ പ്രഭു വിനീത് കൂടി ഭയങ്കര ഒരു ഡിഫൻസീവ് ഓർഗനൈസേഷൻ അവർക്കുണ്ടായിരുന്നു. നല്ല രീതിയിലൊരു ഡിഫെൻഡ് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. ഇനി പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ബിബിനെ നമ്മൾ ഇറക്കി, ഹെസൂസിനെ ഇറക്കി. അപ്പോൾ നമ്മളൊരു ഫോർമേഷൻ ചേഞ്ച് വരുത്തും. നമ്മളൊരു 4-2-3-1 ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് നമ്മൾ കുറച്ചും കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഹെസൂസ് വന്നു, ഹെസൂസിൻ്റെ കൂടിയാണ് ബിബിനെ നമ്മൾ സ്പോട്ട് ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ ഒരു 4-2-3-1 അല്ലെങ്കിൽ ഒരു 4-3-3 എന്ന് വേണമെങ്കിൽ പറയാം. ബിബിനെ കുറച്ചും കൂടി ഇറക്കി കഴിഞ്ഞാൽ 4-3. പക്ഷേ അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് കളിച്ചത്. അതിൽ ഒരു പ്രധാന വ്യത്യാസം പറഞ്ഞാൽ ബിബി എന്നുള്ള പ്ലെയർ വന്നുകൊണ്ടാണ് ഒരു പ്രധാന വ്യത്യാസം വന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇപ്പോൾ കോയഫിന് പകരം ഒരു നല്ല ലൂണി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഡിഫൻസീവിൽ നമ്മൾ ഒരു ബാലൻസ് കൊണ്ടുവരണം. അത് നമ്മുടെ സ്ക്വാഡിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഫ്രെഡിക്ക് പകരം ഒരു സത്യം പറഞ്ഞാൽ നമ്മളൊരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഒരു ഡിസ്ട്രോയർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ആങ്കർമാൻ ടൈപ്പ് ഒരു പ്ലെയറെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് 4-3-3 തന്നെ കളിക്കായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കളിച്ച കളിയിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഒരു ഫോറിൻ DM വരികയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ ഈ അസറും ബിബിനോ അങ്ങനെയുള്ള ഇന്ത്യൻ പ്ലെയേഴ്സ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ ലൂണിനെ കളിക്കുന്ന ലൂണിനെ വേണമെങ്കിൽ ഫ്രണ്ടിൽ കളിക്കാം ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് റോളിൽ. ഇപ്പം ഇന്നലത്തെ ഫസ്റ്റ് ഹാഫിൽ കളിച്ച കളീനെ കളിക്കണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഈ കോഫിൻ്റെ ഒക്കെ പാസിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഫോർമേഷൻ ചിലപ്പോൾ നമ്മൾ ഈ മാച്ചിന് വേണ്ടി ട്രൈ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ മാച്ചിലും ചിലപ്പോൾ നമ്മൾ ഈ 4-4-2 നമ്മളിങ്ങനെ ഈ 4-3-3 ചേഞ്ച് ആവുന്ന ഒരു കളി ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഫ്രണ്ട് 3 കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ്. നമുക്ക് ഹെസൂസ് അതേപോലെ ഈവൻ പെപ്രേനൊക്കെ വേണമെങ്കിൽ നമുക്ക് റൈറ്റ് വിങ്ങിൽ യൂസ് ചെയ്യാം രാഹുൽ കേപ്പിക്ക് പകരം. പക്ഷേ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ ഫോർമേഷൻ തന്നെ പോകും, അല്ലെങ്കിൽ വേറെ ഫോർമേഷൻ പോകും. ഈ പ്ലേയേഴ്സ് തമ്മിലൊരു സിങ്കും കാര്യങ്ങളും ഒക്കെ റെഡി ആവേണ്ടതുണ്ട്. ഒരു പ്ലെയറെ എവിടെ എക്സ്പെക്റ്റ് ചെയ്യണം പറഞ്ഞാൽ ഈ പ്ലെയേഴ്സൊക്കെ ആയിട്ട് ഒരു പ്രീ സീസൺ വരികയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒരു സ്മൂത്ത്നെസ് കാണിക്കും. പലപ്പോഴും ഇങ്ങനെ ഈ ബോൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ പ്ലെയേഴ്സ് തമ്മിൽ സിങ്കല്ല, അങ്ങനത്തെ കേസിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കളിയിൽ നമുക്ക് നോക്കാം എന്തായാലും ശരിയാവുന്നു. കോച്ചിനെ ഞാൻ ബ്ലെയിം ചെയ്യില്ല. ഈ പ്രീ സീസൺ കാര്യങ്ങളൊക്കെ ഫുൾ സ്ക്വാഡായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കറക്റ്റ് പ്ലേയേഴ്സിനെ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഇതേപോലെ കളിയാണ് കളിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു DM ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ഈ ഒരു ഫോർമേഷനിൽ. എന്തായാലും ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം. ശരി, ബൈ.